കഴിഞ്ഞ തവണത്തെ വിന്നറിന് അർഹതയില്ലാത്തൊരു വിന്നറാണ്, ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നറാണെന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു ദ ഹോൾ മീറ്റ് ആൻഡ് വെൻ. ജിൻഡോ അങ്ങനെ പറഞ്ഞു, പല പെൺകുട്ടികളെ ഫോണിൽ വിളിച്ചു, പണം വാങ്ങിച്ചു, ആ രീതിയിൽ കുറേ സംസാരം വരുന്നുണ്ട്. ശരിക്കും വിന്നർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്? അങ്ങനെ പക്ഷെ ഇതിനു മുമ്പ് ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്നല്ല, ലൈക്ക് ഓഡീഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരൊരു തീരുമാനം ഇതെങ്ങനെ മതി എന്ന് തീരുമാനിക്കുമല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഒരാളുടെ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. ഇപ്പോൾ പേളിയുടെ ആണെങ്കിലും സബ്മോൻ്റെ ആണെങ്കിലും കാണിക്കുന്നുണ്ടായിരുന്നു ഫൈനൽസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാൻ വേണമെങ്കിൽ എളുപ്പമാണ്. PR ഏജൻസികൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ തവണ ജാസ്മിൻ്റെ ഫാദർ വിളിച്ച ഒരു കോള് കംപ്ലീറ്റ് അല്ലാതെ ടെലികാസ്റ്റ് ചെയ്തു. ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു. അത് ആ ഒരു മൊമെന്റ് തന്നെയാണ്. ആ രാത്രി ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്. രാത്രിയാണ് ഇത് പറയുന്നത് ശ്രീനീഷിൻ്റെ അടുത്ത് പേളി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ പേളി ശ്രീനീഷിനെ പ്രപ്പോസ് ചെയ്തു. എപ്പോ എങ്ങനെ? റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പൊ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നു, പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. റോബിൻ്റെ സീസണിൽ ഡോക്ടർ റോബിൻ്റെ ഒരു നേച്ചർ വേറെയായിരുന്നു അല്ലേ. എന്തിനും അലറി വിളിക്കുക, അങ്ങനെയായിരുന്നല്ലോ റോബിൻ. അതെന്തായിരിക്കും അത്തരമൊരു രീതിയിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എന്തായിരിക്കും അത്ര ഒരു രീതിയിലേക്ക് പോയതെന്ന് വെച്ചാൽ റോബിൻ്റെ ഒരു നേച്ചർ അതായിരുന്നു, എന്തിനും അലറുക, എന്തിനും അതേപടി പ്രതികരിക്കുക. അത് താങ്കളൊക്കെ ഒന്ന് ഇത് കാണുമ്പോൾ അതെന്താണ് റോബിൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് റോബിൻ പുട്ടപ്പ് ചെയ്തൊരു ഫേസ് ആയിരുന്നു. ഓക്കെ, അന്ന് ആ സീസണിൽ വരുമ്പോൾ ആ സീസണിൽ അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒച്ചയിലായിരുന്നു ദ ഹോൾ മീറ്റ് ആൻഡ് വെൻറ്റ് എന്നോ. പക്ഷേ ആ ഒരു മീറ്റർ വന്നപ്പോൾ ഇപ്പുറത്ത് ജാസ്മിൻ എന്നുള്ളൊരു മീറ്റർ വന്നു എന്നോ. സോ ഇതൊരു ബാലൻസിങ് ഒരു ഫൺ ഫാക്ടറാണ് അല്ലേ. അപ്പം അത് ഇപ്പം അന്നൊരു റോബിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു രസമായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. ആൻഡ് റോബിൻ ഓൾസോ ഒരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ഇപ്പോൾ റോബിൻ ദിൽഷയുടെ കൂടെ ആയിരുന്നു, ബാക്കി പുള്ളിക്ക് അതിലൊരു സോഫ്റ്റ് സൈഡും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ പുള്ളിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കൊരു പുള്ളി തന്നെ പറഞ്ഞിട്ടുള്ള സാധനമാണെന്ന് തോന്നുന്നു. പുള്ളി അത്യാവശ്യം കറക്റ്റ് സ്ഥലത്ത് എവിടെ സ്പേസ് വേണോ അവിടെ അത് മാത്രം അത് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ക്രീൻ അവിടെ നിന്നു എന്നുള്ള. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതാണ്, ഓരോരുത്തർ ആൾക്കാരും കാണുന്ന ഒരു ഇതല്ലേ. ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യണമെന്നില്ല അല്ലേ. അപ്പം ഫണ്ണായിരുന്നു, ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തോന്നി എല്ലാവരും പിന്നെ വന്നവര് ആ ഒരു സാധനം ഇമിറ്റേഷൻ ആയി തുടങ്ങി. അതൊരു ഫണ്ണല്ല. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ കണ്ടത് റോക്കിയും സിജോയുമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം. അതൊരു മെഡിക്കൽ പരമായിട്ട് ഒത്തിരി പ്രശ്നമായിട്ട്. ശരിക്കും ആ സമയത്ത് നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? ശരിക്കും ഒരാളുടെ താടിയെല്ലാം ഇടിച്ചു പൊട്ടി. ഞാൻ ആ സമയത്ത് ഞാൻ വീട്ടിലായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ലൊക്കേഷനല്ല. ഞാൻ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാൽ സാറ് ഡയലോഗൊക്കെ അടിച്ച് പോയി കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു അതോ മൺഡേ ഓൺ ടെലികാസ്റ്റ്, മൺഡേ ഓൺ ടെലികാസ്റ്റ്. സോ സൺഡേ ഓൺ ഗ്രൗണ്ട്. സോ ഐ തിങ്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടും ആ ഒരു സമയത്താണ് ഞാൻ അറിയുന്നത്. ഷോക്കറല്ലായിരുന്നു, ഷോക്കിംഗ് റിയാക്ഷൻ. ലൈക്ക് നെവർ തോട്ട് ഒരാളങ്ങനെ ഇടിക്കും എന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ആരും. ആ സമയത്ത് ലാലേട്ടൻ ഒരുപാട് പേര് പറഞ്ഞു, ലാലേട്ടൻ ഇടിക്കാൻ പറഞ്ഞു, പിറ്റേ ദിവസം അവൻ ഇടിച്ചു എന്നുള്ളൊരു സാധനം വന്നു. അത് നമ്മളെ ഈ പറഞ്ഞ ഒരു സാറ് തന്നെ പറഞ്ഞു തോന്നുന്നു. അതിൻ്റെ അകത്ത് നമുക്കൊരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. സാറ് പറഞ്ഞത് അപ്പാടി വിഴുങ്ങുക അല്ല ചെയ്യുന്നത്, അതിലൊരു തോട്ടുണ്ട്. സാറ് പറഞ്ഞത് ചുമ്മാ ഇടിക്കാൻ കൈപ്പൊക്കെ ഇടിക്കണം എന്നുള്ളതല്ല, നമ്മൾ ആ ലെവലിലേക്ക് പോകരുത് അല്ലേ. അപ്പം ഇടിച്ചു കഴിഞ്ഞാൽ ഇടിക്കണം, പക്ഷെ അതൊരു ഷോയുടെ അകത്ത് വന്ന് ഒരാൾ ഇടിച്ച് നമ്മൾ പറയുന്നത് നമ്മുടെ ഫ്രീഡം എൻഡ്സ് ബൈ ദ അതർ പീപ്പിൾസ് ബോഡി സ്റ്റാർട്ട്സ്, നോ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളൂ. അത് കഴിഞ്ഞ് ചെയ്തത് നിങ്ങൾ മണ്ടത്തരമല്ലേ. അപ്പോൾ ഇവർ വലിയ കാര്യത്തിൽ ഇടിക്കാൻ പറഞ്ഞു, ഇടിക്കുക ആർക്കും നഷ്ടം. റോക്കി പോയി, സിജോ ഐ തിങ്ക് വാസ് ഹോം ഒരു മാസം. സോ
I think that is like lack of common sense. ഈ അടുത്ത ഇടയ്ക്ക് ഒരു സംസാരം ഉണ്ടായി, ബിഗ് ബോസിൽ വിന്നറായ വ്യക്തിക്ക് രണ്ടുപേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടാനുള്ള അധികാരമുണ്ടെന്ന്. റഫർ ചെയ്യാമെന്ന് കേട്ടിട്ടുണ്ട്. അതിനുള്ളിൽ പൂർണ്ണമായിട്ടും രണ്ടുപേരെ അതിലേക്ക് കയറ്റി വിടാം. ഇത് ജിൻഡോയെ ബന്ധപ്പെട്ട കാര്യമാണ്. ജിൻഡോ അങ്ങനെ പറഞ്ഞു, പല പെൺകുട്ടികളെ ഫോണിൽ വിളിച്ചു, പണം വാങ്ങിച്ചു, ആ രീതിയിൽ കുറേ സംസാരം വരുന്നുണ്ട്. ശരിക്കും വിന്നർക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്, അങ്ങനെ ഒരു അധികാരം? എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ അങ്ങനെ ഒരു പവർ ഞാൻ കണ്ടിടത്തോളം ചെയ്തിടത്തോളം മാർക്കുമില്ല. റെക്കമെൻഡ് ചെയ്യാവോ? അത് ഓഫ് കോഴ്സ് ലീഗ് റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ എടുക്കണം എന്ന് ഇപ്പം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് ഒരുപാട് പേര് എനിക്ക് റെസ്യൂമേ അയക്കാറുണ്ട്. ഞാൻ ഇവരെയൊക്കെ റെഫറും ചെയ്യും. നമ്മൾ അവരുടെ റെസ്യൂമേ കൊടുക്കും, അവർക്ക് ഇൻ്റർവ്യൂവിന് പക്ഷേ ഇൻ്റർവ്യൂവിന് ഒരു പാനലാണ്. ഓക്കെ, സോ ആ പാനൽ ഒരു 4-5 പേരിടുന്ന് ഡിസ്കസ് ചെയ്ത് അവർക്ക് തോന്നുന്നതുകൊണ്ട് ഇതൊരു പ്രോസസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ ഉണ്ട്, ആൻഡ് ദെൻ യു ഗോ ഇൻ ടു എ ഹയർ ലെവൽ അതോറിറ്റീസ് ഉണ്ട്. ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടാണ് ഇതിനെ ഫൈനലൈസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ ആർക്കും റെക്കമെൻഡ് ചെയ്ത ഷോയിൽ ഇതുവരെ അങ്ങനെ ആരും കയറിയിട്ടില്ല. അങ്ങനെ ഒരു അധികാരം ഇല്ലല്ലോ. ഇല്ല. വിന്നറിന് 2 പേർക്ക് കൊടുക്കാം. ഇത് മറ്റേ കോണ്ടെക്സ്റ്റ് പോലെ 50 ലക്ഷം രൂപയും അടുത്ത സീസണിലേക്ക് 2 പേരെ കയറ്റി. അങ്ങനെയൊന്നും ഇല്ല. ഈ തവണത്തെ ബിഗ് ബോസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ പറയുന്ന എല്ലാവരും പറഞ്ഞു ഏറ്റവും വലിയ ഹൗസ് ഇതാണെന്ന് പറയുന്നു. ആ വീട് കാണുമ്പോൾ ഇത് താങ്കൾ പല ഷോയിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്, അങ്ങനെയാണോ താങ്കൾക്ക് ഫീൽ ചെയ്തത്? ഈ വർഷത്തെ ഹൗസ് ഞാൻ കണ്ടിട്ടില്ല. ടിവിയിൽ കാണുന്നത് വ്യത്യാസമുണ്ടല്ലോ, നേരിട്ട് കാണുമ്പോൾ വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മലയാളത്തിന്റെ സ്വന്തം, അതായത് വേണ്ടി പണിത ഒരു സെറ്റാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഹിന്ദിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, മറാഠിയുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, തമിഴിൻ്റെ സെറ്റിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. മലയാളത്തിൻ്റെതായ ഒരു സെറ്റ്. ദിസ് ഇസ് ദ ഫസ്റ്റ് സീസൺ. ഐ ഡോണ്ട് നോ വലിപ്പം, ഇത് കുറച്ച് ബിഗ് ഹൗസാണ്, വലിയ ഹൗസാണെന്നാണ് ഞാനും അറിഞ്ഞത്. പക്ഷെ ഇതിന് മുമ്പ് അതുപോലെ വലിയ ഹൗസ് ഉണ്ടായിരുന്ന സീസൺ 4-ലാണ്. അത് ഹിന്ദി ബിഗ് ബോസിൻ്റെ അതേ സെറ്റായിരുന്നു. അപ്പോൾ അത് ആ ഒരു ഗ്രാൻഡ്യൂറും ഇതും എൻ്റെ പല ഭാഗങ്ങളും അടച്ചു കളഞ്ഞിട്ടാണ് മലയാളം ചെയ്തത്. കാരണം ഹിന്ദി സെറ്റ് അത്രയും വലുതാണ്. അതിൻ്റെ കുറേ 1-2 ഭാഗങ്ങൾ ചെറുതാക്കിയിട്ടാണ് നമ്മൾ മലയാളം ചെയ്തത്. പക്ഷെ അന്ന് എനിക്ക് ഒരു ഡ്രോയിങ് റൂമും ഗാർഡനും ഒക്കെ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ സീസൺ ഞാൻ ഷോയിൽ കണ്ടപ്പോൾ ഇറ്റ് ലുക്സ് ബിഗ്. നമ്മൾ ഡയറക്റ്റായിട്ട് കാണാത്ത കാരണം ഐ ഹാവ് നോ ക്ലൂ. ഈ ഷോ എങ്ങനെ പോകുമെന്ന് എനിക്ക് ഈ ഷോ ഇപ്പം എങ്ങനെ പോകുമെന്ന് എനിക്കൊരു ചിന്താഗതിയുണ്ട്. ഞങ്ങൾ ഒത്തിരി ഷോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതുമായിട്ട് നിന്നിട്ടുണ്ട്, പല ഷോയിലും പങ്കെടുത്തിട്ടുള്ളതാണ്. ഇതെങ്ങനെ പോകുമെന്നറിയാം താങ്കൾ ഒരു വ്യൂ? ഈ സീസൺ എനിക്ക് ഇക്കാലം ഐ വുഡ് ലൈക്ക് ടു നോ വാട്ട് ഡു യു ഫീൽ. ബിക്കോസ് ഒന്ന് എല്ലാ ഫുൾ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എല്ലാ കണ്ടസ്റ്റൻറ്റും കണ്ടിട്ടില്ല. ഞാനൊരു 6-7 കണ്ടസ്റ്റൻസിനെ കണ്ടിട്ടുള്ളൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം തന്നെ പറഞ്ഞു ആളുകൾ വരാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ മടിക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം ഐ ടെൽ യു ഫോർ എക്സാമ്പിൾ, ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് നിന്നല്ല, ലൈക്ക് ഓഡീഷൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിയൽ ലൈഫിൽ ഞാനല്ല, റിയൽ ലൈഫിൽ ഞാൻ എന്നെ കാണുന്നത് അമ്മമാർ നല്ല അടുക്ക ഒതുക്കമുള്ള മലയാളി നൈസിനോ ലൈക്ക് അതെൻ്റെ സ്ക്രീൻ സ്പേസിൽ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ഐ എം എ കൂൾ ഗേൾ, ലൈക്ക് ഐ വെയർ ടീ-ഷർട്ട്, ജീൻസ് ആൻഡ് ഓൾ, ലൈക്ക് ഐ എം എ നോർമൽ ഹ്യൂമൻ ബീങ്. ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല, ആൻഡ് പ്ലസ് റിയാലിറ്റി ഷോ ലൈക്ക് ദിസ്, യു നോ ഹൗ. ഇപ്പം അറിയാമോ, ഒരു ഷോ വന്നു കഴിഞ്ഞാൽ എത്ര നെഗറ്റീവ് സാധനങ്ങൾ വരും അല്ലേ? എത്ര പോസിറ്റീവ് വരുന്നേക്കാൾ കൂടുതൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. പുറത്ത് വന്നൊക്കെ പോസിറ്റീവായിട്ട് മാറും. സോ ബിക്കോസ് നമ്മളെങ്ങനെ എടുക്കുന്നു എന്നനുസരിച്ചിട്ടിരിക്കും. പക്ഷേ ലോട്ട് ഓഫ് പീപ്പിൾ ദെൻ ആ ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവും. മലയാളം ഷോ ആണല്ലോ. അപ്പോൾ ഈ തവണത്തെ ഇന്നലെ വന്ന കണ്ടസ്റ്റൻസിൽ മലയാളികളല്ലാത്ത നോൺ മലയാളീസ് ഫേസസ് ഉണ്ട്. ഐ സോ ദിസ് ബോയ് ഫ്രം പഞ്ചാബ് എന്ന് തോന്നുന്നു. പഞ്ചാബാണ്, പക്ഷെ നെഗറ്റീവ് ആലപ്പുഴയാണ് ശരിക്കുമുള്ള സ്ഥലം. പക്ഷെ ആളുടെ ലുക്കിൽ പോലും ആളൊരു മലയാളിയാണെന്ന് ഒരു കാരണവശാലും പറയില്ല. ഒരു മലയാളം ഷോയിലേക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ സംസാരിക്കൂ എന്ന്. അങ്ങനെയുള്ള ഷോയിലേക്ക് ഒരു മലയാളി അല്ലാത്ത, മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത ഒരാളെ കൊണ്ടുവരുമ്പോൾ പറയാനറിയോ ആൾക്ക് കുറച്ച് മലയാളം അറിയുള്ളൂ. അപ്പം അതെന്തുകൊണ്ടായിരിക്കും നോൺ മലയാളീനെ കൊണ്ടുവരാൻ കാരണം? നോൺ മലയാളീസും പാർട്ട് ഓഫ് കേരള തന്നെയല്ലേ അല്ലേ? ഇപ്പോൾ നമ്മൾ ബോംബെയിൽ പോയി കഴിയുമ്പോൾ ദർ ഇസ് ലോട്ട് ഓഫ് കിഡ്സ്, അവരുടെ മലയാളം നന്നാവണമെന്നില്ല, പക്ഷെ അവർ വർക്ക് നല്ലതാണ്, അവർ മലയാളികളാണ്. അവർ ഇപ്പോഴും ബോംബെയിലൊക്കെ മലയാളി സമാജവും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് പോകുന്നവരാണ്, ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ മലയാളം അറിയില്ലായിരിക്കും, ചിലപ്പോൾ മലയാളം നാട്ടിൽ നിന്നിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷെ
അപ്പോൾ എനിക്ക് അവരെ മലയാളി ഐ അണ്ടർസ്റ്റാൻഡ് ദിസ് മലയാളം സ്പീക്കിംഗ് ആൻഡ് ഓൾ ദോസ് തിങ്സ് അവർ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലത്. അവർ ഓൾറെഡി ഹിന്ദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ റിയാലിറ്റി ഷോ മലയാളത്തിൽ അല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എന്നിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഇപ്പം നമ്മൾ മലയാളം ഷോ അതിലൊരു ടാസ്ക് എല്ലാം മലയാളത്തിലാണ് വരുന്നത്. ഒരു ടാസ്ക് ലെറ്റർ പോലും വായിക്കാൻ ആ കുട്ടിക്ക് പറ്റില്ല. അപ്പം എങ്ങനെ ഒരു നോൺ മലയാളി കൊണ്ടുവന്നു? സീസൺ 1 ഷിയാസ് കരീമിന് ഓർമ്മയുണ്ടോ? ഷിയാസ് കരീം വാസ് ഫൺ ബിക്കോസ് അവന് മലയാളം വായിക്കാൻ അറിയില്ലായിരുന്നു. ഈസ് പ്രോപ്പർ ഹാർഡ് കോർ മലയാളിയാണ്, പക്ഷെ വായിക്കാൻ അറിയില്ല. ടാസ്ക് ലെറ്റർ വായിക്കുന്നത് ഫണ്ണായിരുന്നു. ടാസ്ക് ലെറ്റർ വായിക്കുന്ന അത് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആയി, മനസ്സിലായല്ലേ? ഇപ്പം എന്ത് ശരി എന്ത് തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു ഇതില്ല. നമ്മളൊരു കാസ്റ്റിംഗ് ചെയ്യുന്നു, ആ ഷോ ആ ഫോർമാറ്റ് ആ വർഷം എന്തായിരിക്കും ഒരു മാച്ച്, ഇപ്പോൾ ഇവരും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തിരിക്കും എന്നുള്ളൊരു ഊഹം ക്രിയേറ്റേഴ്സിന് ഉണ്ടാവുമായിരിക്കുമല്ലോ, അത് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സെയിം ബിഗ് ബോസിൽ തന്നെ പങ്കെടുത്ത ഒരു വ്യക്തിക്ക് മറ്റ് ഭാഷകളിൽ പോയി മത്സരിക്കാനായിട്ട് എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഇത്ര വർഷത്തിനുള്ളിൽ മത്സരിക്കാവോ? എനിക്ക് മാനദണ്ഡമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലെ മത്സരം ചെയ്തിട്ടുണ്ട്. മാനദണ്ഡമൊന്നുമില്ല. എന്ത് മാനദണ്ഡം? ഐ തിങ്ക് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എല്ലാവർക്കും എല്ലാ റിയാലിറ്റി ഏത് ഭാഷയിലുള്ള ബിഗ് ബോസ് എഗെയിൻ ഇപ്പം മലയാളം ഏത് ഭാഷയുള്ള ബിഗ് ബോസ് എന്ന് പറഞ്ഞാലും എഗെയിൻ ഇപ്പം ഇവിടെ പോപ്പുലർ ഒരാള് തമിഴിൽ പോപ്പുലർ ആവണം എന്നില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. ഏതൊരു കണ്ടസ്റ്റന്റിന് ചിലപ്പോൾ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല, ചിലവർക്ക് കിട്ടും, ചിലർക്ക് അല്ലേ. സോ ഇറ്റ് അഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ, അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു, അവരുടെ ഓഡീഷൻ, ഇതെല്ലാം ബാധകമായിട്ടുണ്ടാവും. താങ്കളുടെ സീസണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരായിരുന്നു? എനിക്ക് അങ്ങനെ ഒരു മത്സരാർത്ഥി ഇല്ല. അത് വെറുതെ അല്ല, ഞാൻ പറഞ്ഞുതരാം വൈ. ബിക്കോസ് നമുക്ക് ഞാൻ ഷോ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു മത്സരാർത്ഥിയെ മാത്രം ഇപ്പം റോബിൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു ഞാൻ സീസൺ മൊത്തം സെറ്റായിരുന്നു ലാസ്റ്റ് മൊമെന്റ് വരെ. എനിക്ക് തോന്നുന്നു 8th വീക്കിൽ എങ്ങാണ്ടാണ് റോബിൻ പുറത്തു പോകുന്നത്. അതിപ്പോൾ 8th ഷോ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് റോബിനുണ്ട്, ജാസ്മിനുണ്ട്, യു ആർ 2 സ്റ്റാർ ഫൈറ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് കുറേ പേരുണ്ട്, എല്ലാവരും ഒക്കെ. ഇത് 1 ഡേ ഈവനിങ് ഷോയിൽ നിന്ന് റോബിനും, അതായത് ജാസ്മിൻ നടന്നു പോകുന്നു, റോബിനെ പുറത്താക്കുന്നു. ഓക്കെ, ഒരു ദിവസം കൊണ്ട് സ്റ്റാർ രണ്ടും നമുക്ക് നഷ്ടപ്പെടുകയാണ്. അവിടെ നിന്ന് നമുക്ക് ഷോ ഇഫ് യു വോണ്ട് റിവൈവ്. അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞു, എനിക്ക് ഫോൺ കോളുകൾ എത്രയോ പേര് എനിക്ക് ആ സീസണിലാണ് എൻ്റെ പേര് ലീക്കാകുന്നതും ആൾക്കാർ വിളിക്കാൻ തുടങ്ങുന്നതും. എന്നെ ബോംബെ BJPയുടെ ഓഫീസിൽ നിന്നും അവിടെ നിന്ന് ഇതെന്നൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് തല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഷോ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ പ്ലാൻ ചെയ്തത്, എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സീസൺ. ഞങ്ങൾ ഫാമിലി വീക്കൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണ്. ഫാമിലി വീക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വേറെ ടാസ്ക് ഇടുകയാണ്. ഐ തിങ്ക് ഇറ്റ്സ് എ ടെലിഫോൺ കോളിംഗ് ടാസ്ക് സംതിങ്. അവിടെ നിന്ന് 3 ആഴ്ച ആ TRP താഴെ പോയിട്ടില്ല. വി കോട്ട് ഇറ്റ് അപ്പ് ബിക്കോസ് നമ്മളിപ്പോൾ ഒരാളെ ഫേവറേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസിനും എന്തെങ്കിലും നമുക്ക് കിട്ടണം. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും പേരെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഈ കാസ്റ്റ് നല്ല രീതിയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പം റോൺസൺ, ഇഫ് യു ലുക്ക്, റോൺസൺ ഭയങ്കര ഫൈറ്റർ ഒരു ആളാണെന്നും പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഷോയിലെ പുള്ളി കുറച്ചും കൂടെ കൂടുതൽ ഫണ്ണായിരുന്നു, അല്ലേ? പക്ഷെ ഫൺ എലിമെന്റ് പുറത്ത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നമ്മൾ ഇത് മാത്രം എക്സ്പെക്ട് ചെയ്തു. അയാൾ നല്ല ഇപ്പം ഒരുപാട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സ്റ്റോറി എഡിറ്റേഴ്സ് ആയിരിക്കും, മറ്റേ നമുക്ക് അവരൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് ഫേവറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ മെൻ്റലി അവരുടെ ബാക്കിൽ നിന്ന് മാറില്ല. ഇപ്പോൾ സാബു സീസൺ 1 എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം സാബു എവിടെ പോയാലും ക്യാമറ പുറകെ പോകും. നമുക്കറിയണം എവിടെയാണ്. ഇപ്പോൾ സാബു ചില സമയത്ത് പോകുന്നത് സിഗരറ്റ് വലിക്കാനായിരിക്കും. നമുക്കറിയണം. നമ്മൾ കുറച്ച് ദിവസം ഷോ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാം ഒരാൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവൻ ഇവിടെ പോയിട്ട് അവിടെ പോയി കൊളുത്തി കൊടുക്കുമോ അതോ അവിടെ ചെന്നിട്ട് ബാത്റൂമിൽ പോകാനായി, ഇത് നമുക്ക് മനസ്സിലാൻ പറ്റും. ദാറ്റ്സ് ഒബ്സർവേഷൻ ആണത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അവരെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മൾ മാറി കാണും. അപ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്നത് തന്നെ ആദ്യം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ കീപ്സ് ചെക്കിങ്. ഇപ്പോൾ നമ്മൾ 2 സാധനം ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സ്റ്റോറി നമ്മൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിവിടെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഐ വൈസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം ബാക്കിയുള്ളവർ എവിടെയാണ്. അതായത് പെട്ടെന്ന് വേറെ ഇപ്പോൾ ബാക്കിയുള്ളവർ, അപ്പോൾ ഇവരുടെ ഇൻഡിവിജ്വൽ മൈക്സും നമുക്ക് കേൾക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്ത് ഫൈറ്റ് തുടങ്ങിയാൽ എങ്ങനെ നമ്മൾ അറിയും?
നമ്മൾ ഈ സ്റ്റോറിയിൽ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റെ പുറകെ ആണെങ്കിൽ അപ്പുറത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. സോ വി ഷുഡ് ബി ഓൾവേസ് ഇത്. അപ്പോൾ ആ ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ്, ബേസിക്കലി അതൊരു ഹാബിറ്റാണ്, അത് ഹാബിറ്റാക്കി എടുത്തതുമാണ്. ഈ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഇല്ല. ഓക്കെ, ചില കണ്ടസ്റ്റൻറ്റ് ചില സമയത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, പക്ഷേ ഫേവറേറ്റ് ആയ എല്ലാവരും ഇസ് ഈക്വൽ. നമുക്ക് അത് എന്താണ്, നമുക്ക് ഇതൊരു ഡെയിലി എപ്പിസോഡല്ലേ. ഇപ്പോൾ രാത്രി പോയിരുന്നു ഞാൻ പിറ്റേ ദിവസം എങ്ങനെ എപ്പിസോഡ് ഉണ്ടാക്കണം, എന്തായിരിക്കും കോണ്ടന്റ്, എന്തായിരിക്കും പ്രൊമോ കണ്ടന്റ്, ഇതൊക്കെയാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ പിടിച്ചിരുത്തണമെങ്കിൽ പ്രൊമോ വരുമ്പോൾ തന്നെ പ്രൊമോയിൽ എന്തെങ്കിലും ഉണ്ടാവണം. സോ ദർ ഇസ് എ ഫൈറ്റ് ദാറ്റ് പ്രൊമോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഹിറ്റാകും. ചിലപ്പോൾ ഫൈറ്റ് ഒരുപാടായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഹിറ്റാവാൻ വഴിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ സോഫ്റ്റ് സ്റ്റോറി ആയിരിക്കും ഹിറ്റാവുക. സോ ഇതൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഫൺ ഓഫ് ദ ഷോ. എത്ര പേരാണ് മൊത്തത്തിൽ ഇതിൻ്റെ പിന്നിൽ? എനിക്ക് തോന്നുന്നു ഡേ ആൻഡ് നൈറ്റ് ഓൾമോസ്റ്റ് 300 പീപ്പിൾ ഫോർ 16, 17, 18 contestants. എത്ര ആളുകളുണ്ട്? ഉണ്ട്. കാരണം നമ്മൾ ക്യാമറ ഡേ 1 റോളിംഗ് തുടങ്ങി കഴിഞ്ഞാൽ പാക്കപ്പ് ഹാപ്പൻസ് ഓൺലി ഓൺ ഡേ 100. ലാൽ സാർ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് 2 പേരെ പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുമ്പോൾ ആണ് ലൈറ്റ് പിന്നെ ഓഫ് ആവുക, ലൈറ്റും ക്യാമറയും എല്ലാം. അത് കഴിഞ്ഞാൽ പിന്നെ ആയിക്കൂടെ അരമണിക്കൂറേ ഉണ്ടാവുള്ളൂ. ഈ ക്യാമറ കഴിച്ച് മാറ്റിയിട്ടുണ്ടാവും പ്രൊഡക്ഷൻ, അത്ര ഫാസ്റ്റാണ് അവിടെ. അരമണിക്കൂറിനുള്ളിൽ ഈ ക്യാമറകളെല്ലാം അഴിച്ചു മാറ്റി വീട് ലോക്ക് ചെയ്ത് ഗാർഡൻ ഏരിയ എവറിത്തിങ് ദേ വിൽ ബി ലോക്ക്ഡ്, ഏനോ. പക്ഷേ രാത്രി രാവിലെ അവർ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ അവർ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് രാത്രി ഒന്നും നടക്കാൻ പാടില്ല. ബിക്കോസ് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, സൂസൈഡൽ അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയല്ല, മലയാളത്തിലല്ല, നോട്ട് ഇൻ ഇന്ത്യ. എന്തോ അങ്ങനെ ഓവിയ എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ഓവിയ, യാ. സോ അപ്പോൾ അതിന് മുമ്പും പുറത്തും ഒക്കെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഈവൻ ബാത്റൂംസ് ദേ ഹവ് പുട്ട് ലൈക്ക് ദോസ് സെമി ട്രാൻസ്പെറൻറ്റ് കൈൻഡ്, യുനോ, ഫുള്ളായിട്ട് അടച്ച ബാത്റൂം അല്ല, ബിക്കോസ് ഓഫ് ഓൾ ദോസ് ഇഷ്യൂസ്, യുനോ. സോ ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെയിൻ ഉള്ള ഷോ ആണ്, ഭയങ്കര റിസ്ക് ആണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മേക്കേഴ്സിന് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റില്ല, യുനോ. അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ഷോ ആണ്. എത്ര സെക്കൻഡ് കൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റും? ഒരു ഇഷ്യൂ ഉണ്ടായാലും എത്ര സെക്കൻഡ് കൊണ്ട് ബിഗ് ബോസ് പറയുന്ന ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റും? വെരി സൂൺ, ലൈക്ക് 15 to 30 seconds മേ ബി. കാരണം ഇത് ഫുള്ളി ഗാർഡഡ് ആണ്, ചുറ്റും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്, അതിന് ചുറ്റും ക്യാമറാമാൻസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഗൈസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. സോ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കയറാം. ഈ വോട്ടിംഗ് കുറച്ചും കൂടെ സുതാര്യമാക്കണം, വോട്ടിംഗ് ജെനുവിനിറ്റി ഇല്ല എന്നുള്ള ഒരു ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇനി വോട്ടിംഗ് കുറച്ചും കൂടെ സുതാര്യമാക്കാൻ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് സുതാര്യമാക്കേണ്ടത്? ഇപ്പം വോട്ടിംഗ് ആദ്യ സമയങ്ങളിൽ ബാറിൽ കാണിക്കുമായിരുന്നു ഫൈനൽ നിൽക്കുമ്പോൾ. ഇപ്പൊ പേളിയുടെ ആണെങ്കിലും സബ്മോന്റെ ആണെങ്കിലും കാണിക്കുന്നുണ്ടായിരുന്നു ഫൈനൽസിൽ. പക്ഷെ അതിനുശേഷം അതിന് ഒരു ജെനുവിനിറ്റി ഇല്ല, അല്ലെങ്കിൽ സുതാര്യമല്ല എന്നുള്ള ഒരു ചർച്ചകൾ കഴിഞ്ഞ കൊല്ലം ഫൈനൽസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ജെനുവിൻ അല്ല, അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ ചർച്ച വരുന്നത്? കുറച്ചും കൂടി സുതാര്യമാക്കാൻ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ അവർ കാണിക്കുന്ന സാധനം 100% ട്രൂ ആണെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ എല്ലാ ആഴ്ചയും ഇതിൻ്റെ ഇത് നടത്തുന്നത്, എനിക്ക് തോന്നുന്നു ലാൽ സാർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പുറത്തൊരു ഓഡിറ്റിംഗ് കമ്പനിയാണ് ഇത് നടത്തുന്നത്. ആൻഡ് അത് ഏഷ്യനെറ്റ് എൻ്റെ മോളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓഡിറ്റ് ചെയ്ത കമ്പനിക്ക് കേസ് കൊടുക്കാം. ഓക്കെ, അതല്ല ഇപ്പം നമ്മളിൽ ആരെങ്കിലും ഇപ്പോൾ ആരാ ചെയ്യണമെന്ന് വെച്ചാൽ എത്ര ആഗ്രഹമുള്ളവർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബാധ്യസ്ഥരാണ് വോട്ട് കാണിക്കാനായിട്ട്. കാണിച്ചില്ലെങ്കിൽ അത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും വലിയൊരു ഷോ, ഇത്രയും കോടികൾ മുടക്കിയ ഒരു ഷോ ചെയ്യുമ്പോൾ അതിൽ തട്ടിപ്പടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വന്ന് അത് പ്രശ്നം ഉണ്ടാക്കി പിന്നെ കേസ് പോയി അതിൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല, അതുവരെ ചെയ്യാറുമില്ല. അത് ഇതാണ്. പിന്നെ എല്ലാ ആഴ്ചയും കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടുത്ത ആഴ്ചയുടെ വോട്ടിങ്ങിനും ഇപ്പം തന്നെ ഈ നോൺ ഒഫീഷ്യൽ വോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സോ പീപ്പിൾ ഗെറ്റ്സ് ടു നോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാൻ വേണമെങ്കിൽ എളുപ്പമാണ്. PR ഏജൻസികൾ ഒരുപാടുണ്ട്, അല്ലേ? I think a lot of games are there behind, just not നമ്മൾ പുറത്ത് കാണുന്നത് മാത്രമല്ല എനിക്ക് തോന്നുന്നു. പേളിമാണിയുടെയും ശ്രീനിഷിന്റെയും പ്രണയം എല്ലാവരും ആസ്വദിച്ചതാണ്, ഇപ്പോഴും അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും നിങ്ങൾ വിചാരിച്ചു ഇവരൊരു ഫാമിലി ലൈഫിലേക്ക് വരും, ഇതൊരു സക്സസ് ആവാൻ പോകുന്ന പ്രണയമാണെന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നു ആ സമയം? ഞങ്ങൾ കാണാത്ത പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സക്സസ് ആവുമെന്നുള്ള ഞാൻ അങ്ങനെ ചിന്തിക്കാനായിട്ടുണ്ടല്ലോ. ഐ ടെൽ യു, സിമ്പിളാണ്. നമുക്കിത് സംഭവിക്കുമ്പോൾ എന്താ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രണയം വീട്ടിൽ നടക്കുക എന്നുള്ളത് രസമാണ്.
സീസൺ 1 ആണ്. ഓക്കെ, ഫസ്റ്റ് ടൈം വി ആർ ഡൂയിങ് ബിഗ് ബോസ് മലയാളം. ആൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ 1 എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്, എപ്പോഴും ഭയങ്കര, കാരണം അതിലുള്ള കാസ്റ്റുകൾ അങ്ങനെയായിരുന്നു. പിന്നെ ആദ്യമായിട്ട് വന്ന സീസണാണ്. അപ്പോൾ ആർക്കും ഈ പറഞ്ഞ മാതിരി സ്ട്രാറ്റജി പഠിക്കാനോ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. സോ ആ സമയത്ത് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അത് ആ ഒരു മൊമെന്റ് തന്നെയാണ്. ആ രാത്രി പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര രാത്രിയാണ് ഇത് പറയുന്നത് ശ്രീനീഷിൻ്റെ അടുത്ത് പേളി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ബ്രോ ലൈക്ക് പേളി ശ്രീനീഷിനെ പ്രപ്പോസ് ചെയ്തു. എപ്പോ, എങ്ങനെ? വി വർ ഓൾ എക്സൈറ്റഡ്. വി വെന്റ് ആൻഡ് ചെക്ക് ദ വീഡിയോ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഫൺ എലിമെന്റ് ഉണ്ട്. ഞാനിപ്പോൾ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു, കാരണം ഞാൻ പേളിയുടെയും ശ്രീനിഷിന്റെ ഫാദറിനെയും മദറിനെയും വരെ വിളിച്ചു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലി അതിൻ്റെ അകത്ത്, ബിക്കോസ് വി ആർ കോണ്ടന്റ് മേക്കേഴ്സ് ഇൻ ദ എൻഡ് ഓഫ് ദ ഡേ അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവരെ എന്തായിരിക്കും, അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് പേളി പറയുന്നു എനിക്ക് ഇനി താല്പര്യമില്ല ചുറ്റിപ്പറം വെച്ച് നടക്കാനോ എന്തോ പറയുന്നു, അങ്കിൾ ആൻറ്റി ഇതാണ് ശ്രീനീഷ് പരിചയപ്പെടുത്തുന്നു. ലൈക്ക് ഹലോ ഡു യു വാണ്ട് കം, ഷോയുടെ അകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിയെ വെച്ച് കാണാൻ. ചീത്ത കേട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഇത് സക്സസ് ആകുമോ? ലൈഫല്ലേ, ഇപ്പൊ ഒരാൾ പ്രണയത്തിലാകാം, അത് സക്സസ് ആവാതിരിക്കാം, അതൊക്കെ നാച്ചുറൽ ആണ് അല്ലേ. അതിപ്പോ 10 കൊല്ലം കഴിഞ്ഞ് എന്താകുന്നത് നമ്മൾ ചിന്തിക്കേണ്ട. ആ ഒരു മൊമെന്റിന്റെ ബ്യൂട്ടിയാണ്. ചില ആൾക്ക് ജീവിതം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ചില ആൾക്ക് ജീവിതം ഇല്ലാതാക്കാം. സോ അതാണ് ലൈഫിന്റെ ബ്യൂട്ടി. അത് ബിഗ് ബോസ് കാരണം വരുന്ന നല്ലതും ചീത്തയൊന്നും ആയിരിക്കില്ല. ഒരാളുടെ സമയമായിരിക്കാം, അല്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്ന എന്തായിരിക്കാം അല്ലെ. ഇപ്പം ബിഗ് ബോസ് ആയിട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്ത് വിടുന്നില്ലല്ലോ. അപ്പോൾ ആ ഷോയിൽ വന്നിട്ട് നമുക്കൊരു ടാസ്ക് വരുന്നു, അതിനെ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അത് ഓഡിയൻസിന് എങ്ങനെ ഇഷ്ടപ്പെടുന്നു. ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടാൽ നല്ലത്, ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നത് സിനിമ ഇറങ്ങണ പോലെ ഓഡിയൻസിന് എന്ത് ഇഷ്ടപ്പെടും അത് ഓഡിയൻസ് ഇഷ്ടപ്പെട്ടാൽ അറിയാം. ഉറക്കമില്ലാത്ത ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ആയിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം, ഏത് സമയത്ത് വിളിച്ചാലും പുള്ളിയാണല്ലോ. ബാക്കി നിങ്ങൾക്കൊക്കെ ഷിഫ്റ്റ് ഉണ്ടാവും, ബിഗ് ബോസ് ഒരാളേ ഉള്ളൂ. അതെ. അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡഡ് ആണ്. ഓക്കെ, അപ്പം ബാക്കിയുള്ള കാര്യം ഇപ്പോൾ ലൈവായിട്ട് ഇപ്പോൾ ടാസ്കിൻ്റെ കാര്യങ്ങൾ എൻഡിൽ വരുമ്പോഴൊക്കെ ബിഗ് ബോസ് അവിടെ ഉണ്ടാകും. ഇപ്പോൾ ടാസ്ക് ലേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ബിഗ് ബോസിന് അവിടെ ഇരിക്കണം, വേറെ വഴിയില്ല. ഇപ്പോൾ രാത്രി എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ബിഗ് ബോസ് വരണം. അതൊക്കെ സംഭവം ശരി. പക്ഷെ ബിഗ് ബോസിന്റെ ഒപ്പം തന്നെ അവിടുത്തെ അന്നത്തെ ക്രിയേറ്റീവ് ഡയറക്ടറും വരണം. അല്ല, അത് വരണം, അത് ഓക്കെ. പക്ഷെ അതിൽ ചിലപ്പോൾ ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, നിങ്ങൾക്ക് ഒരാൾക്കല്ലേ, ബാക്കി എല്ലാവരുടെ കാര്യം ഞാൻ ചോദിച്ചു. ബാക്കിയുള്ളവർക്ക് ഷിഫ്റ്റ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ദ മെയിൻ ഹെഡ്സ് അവർ വരും. അപ്പൊ അതോടൊപ്പം തന്നെ ബിഗ് ബോസും വരണം എന്താണെങ്കിലും. അതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യത്തിൽ. അതെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുറെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഏത് കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും? ഇപ്പൊ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ മൈക്ക്, അത് ഇത് കുഞ്ഞ് ഇപ്പം സ്ഥിരമായിട്ട് പറയേണ്ട ഒരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഇത് ഒരു ടൈമിംഗ് ഉണ്ടല്ലോ, ഇപ്പം റെക്കോർഡിങ്ങിന് ഒരു ടൈമിങ് നമ്മളിപ്പോൾ പറഞ്ഞ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെക്കാം എന്ന് പറയുന്ന ഒരു സംഭവം. ആ ടൈമിംഗ് എങ്ങനെയായിരിക്കും നിങ്ങൾ ഫിക്സ് ചെയ്യുക? ആ ടൈമിംഗ് കഴിഞ്ഞ് നമ്മളൊരു അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഷോ, ഒരു ഫൈറ്റ് എപ്പോൾ വരാൻ പറ്റും, ഇത് എപ്പോഴാണ് കോണ്ടന്റ് വലിയ കോണ്ടന്റ് ആവുക, അല്ലെങ്കിൽ കോണ്ടന്റ് എപ്പോഴാണ് വഴി മാറി തരും, നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫൺ എലിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു ടാസ്ക് ലോഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കും നമുക്കവിടെ ഒരു ഫൈറ്റ് വരിക. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഫൈറ്റ് കഴിഞ്ഞാലും നമ്മൾ അതൊന്ന് കൂൾ ഡൗൺ ചെയ്യണം, അതിന് പോസ്റ്റ് റിയാക്ഷൻസ് ഉണ്ടാകും, ഇതെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ടാസ്ക് ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് നമ്മളൊന്നും അങ്ങനെ ഒരു ഫിക്സ്ഡ് ടൈമില്ല. എപ്പോഴാണ് ഫ്രീ കിട്ടുന്നത് ആ സമയങ്ങളിൽ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ഈ പേരൻസ്, നേരത്തെ പറഞ്ഞ പേരൻസിനെ, മറ്റേ പേളിയുടെ കാര്യം പറഞ്ഞല്ല, പേരൻസിനെ നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പല പ്രണയങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ പ്രണയം നടന്നിട്ടുണ്ട്, അതിന് മുമ്പിലത്തെ സീസണിലൊക്കെ പ്രണയം. അതൊന്നും ഫലം കാണുന്നില്ല ആ പ്രണയമൊക്കെ. പക്ഷെ അവിടെയൊക്കെ ഒറിജിനാലിറ്റി ആയിട്ട് പ്രണയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പം ജാസ്മിൻ ഗബ്രിയുടെ കാര്യം തന്നെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ കാര്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തുടക്കത്തിലെ എന്തുകൊണ്ടാണ് അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടാതെ പോയത്? ഫേക്കായിട്ട് തോന്നിയോണ്ടല്ലേ? അപ്പം നമുക്കും തോന്നില്ലേ? അപ്പം സിമ്പിളാണ്. ഐ തിങ്ക് പേളി ശ്രീനീഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. എവറി റിലേഷൻഷിപ്പ് വെൻ ദർ ഇസ് എ ഗ്രോത്ത്, അത് രസമാണ് കാണാൻ. അവിടെ ഒരു ഗ്രോത്ത് ഇല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ പോലെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കാം. സോ വെൻ യു ഫീൽ ദാറ്റ് ആ ഒരു നാച്ചുറൽ ഗ്രോത്ത് ഇല്ല, ഇല്ലെങ്കിൽ ഒരു നാച്ചുറാലിറ്റി ഇല്ല, അത് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഓഡിയൻസിന് എല്ലാം മനസ്സിലാകും. അതെ അതെ. ആൻഡ് എസ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ ലൈവാണ് കാണുന്നത്. ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഡോക്യുമെൻ്ററി പോലെയല്ലേ. കാരണം അതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലുമില്ല.
യു ആർ റെക്കോർഡിങ് ലൈഫ്. അതെ, നമ്മൾ സിനിമകളിൽ ചെയ്യുന്ന നല്ല നല്ല മൂവ്മെൻ്റ് എടുത്തിട്ട് അതിനെ ഒരു എഴുതി അതൊരു സ്ക്രിപ്റ്റ് ആക്കി ഇത് നമ്മൾ ലൈഫിനെ എടുത്തിട്ട് അതിൽ ഇൻട്രസ്റ്റിംഗ് പാർട്സ് നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ടൈം ലൈൻ ഷഫിൾ ചെയ്യാൻ പാടില്ല. അതായത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും 6 മണിക്കത്തെടുത്ത സാധനം 4 മണി എന്ന് പറഞ്ഞ് കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു എഡിറ്റ് ചെയ്യുമ്പോൾ ആ നടന്ന സിറ്റുവേഷൻ, ആ നടന്ന ക്രോണിക്കൽ രീതിയിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പുറത്തെ ഒരു കഥ ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ ട്രൂ ആയിരിക്കണം. ഓക്കെ, അത് ഇപ്പം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് ആണ് നമ്മൾ മേക്കേഴ്സായിട്ട് ഉള്ളത് ചെയ്യുന്നത് എപ്പോഴും. വി നെവർ അലൗ ദാറ്റ്. അത് എഡിറ്റിംഗ് ടീമാണെങ്കിലും ശരി, എല്ലാവർക്കും ആ ഒരു ബൈബിൾ ഉണ്ട്, ഒരു ബിഗ് ബോസ് ബൈബിൾ. ആ ബൈബിൾ പ്രകാരം ഒരു റൂൾ ബുക്കാണ്. യു ആർ നോട്ട് ബൈബിൾ ഇസ് ബേസിക്കലി ദ ഷോയുടെ റൂൾസ്, ഫോർമാറ്റ് ഇന്ന രീതിയിലാണ്. സോ ദാറ്റ് വി കോൾ ഇറ്റ് ആസ് എ ബൈബിൾ. അപ്പോൾ അത് പ്രകാരം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ ഫോൺ കോളുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പേരൻസ് വിളിക്കുമല്ലോ എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലുള്ളപ്പോൾ. അപ്പോൾ കഴിഞ്ഞ തവണ ജാസ്മിൻ്റെ ഫാദർ വിളിച്ച് ഒരു കോള് കംപ്ലീറ്റ് അല്ലാതെ ടെലികാസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത്രയുമല്ല അവർ സംസാരിച്ച് എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ വാസ്തവം എന്താ? എഗെയിൻ ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഈ മെയിൻ സിറ്റുവേഷൻ നടക്കുമ്പോൾ ഒന്നും ഞാൻ അവിടെ ഇല്ല എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പിന്നീട് അന്വേഷിക്കണോ? ഞാൻ പറഞ്ഞല്ല, അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ അത് ചാനലിന്റെ തീരുമാനമായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. നമ്മൾ ചെല്ലുന്നത്, ഞാൻ തേഴ്സ്ഡേ ചെല്ലുമ്പോൾ ഞാൻ തന്നെ ചോദിച്ചൊരു ചോദ്യം, ചാനലിന്റെ തീരുമാനമായിരിക്കാം എന്ന് പറഞ്ഞാൽ ചാനലിന്റെ തീരുമാനമായിരിക്കുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത് അവിടെ നിന്നല്ലാതെ വേറൊരു ഇത് വരില്ലല്ലോ. ഫൈനൽ എഡിറ്റ് ടെലികാസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കുമല്ലോ. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൽ ഇവരുടെ പാരൻസ് ആയിട്ട് എന്താ ഡിസ്കഷൻ നടന്നേക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇപ്പം നമുക്കിപ്പം ഒരു പേഴ്സണൽ സ്റ്റഫ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ് ഷോ ആണ്, ഇതൊക്കെയുണ്ട്. ഇപ്പം നമുക്ക് ഞാനതിൽ ഇൻവോൾവ് അല്ലാത്ത കാരണം ഒരു പരിധിയിൽ കൂടുതൽ നമ്മളത് ചോദിക്കേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എല്ലായിടത്തും പോയി തലയിട്ട് ഇത് ഓരോരുത്തർക്കും ഓരോ ഹെഡ് ഉണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നു കഴിയുമ്പോൾ ഇത് എന്താണ് അടുത്തത്, ഇപ്പോൾ വീക്കെൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ലാൽ സാറ് വരുമ്പോൾ ലാൽ സാർ ഇതെങ്ങനെ ഡീൽ ചെയ്യണം, ഇതായിരിക്കണോ ഞാൻ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഞാനത് എപ്പിസോഡ് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് വാട്ട് ഹാപ്പൻ, ഒരു സാധനം മിസ്സിങ് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ബിക്കോസ് ഓഫ് കോഴ്സ് എനിക്കറിയാം അത് ആ ഒരു മിസ്സിങ് ഫീൽ ചെയ്തുകൊണ്ടാണ് അത് ഇത്രയും വലിയ ചർച്ച. കാരണം പോകുന്നതിന് മുമ്പുള്ള റിയാക്ഷൻ, കഴിയുമ്പോഴുള്ള റിയാക്ഷൻ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ്. ഇത് വെച്ചിട്ടാണല്ലോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഓഡിയൻസിനെ പറ്റിക്കാൻ പറ്റില്ല ഒരു. അപ്പോൾ ഇത് ഇങ്ങനെ എന്തുകൊണ്ട് നടന്നു എന്ന് പല വർഷം ചോദിച്ചാലും കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇത്. പക്ഷെ ഇത് എന്തുകൊണ്ട് നടന്നു, നോക്കി ശരി നടന്നു, നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്ക് ടൈമില്ല, നമുക്ക് 100 ദിവസത്തെ ഷോ ആണ്, ഇന്ന് വന്ന് ചെന്ന് കഴിഞ്ഞാൽ നാളെ സാറ് വരും, സാറിന് പറഞ്ഞ് മറ്റന്നാൾ ടെലികാസ്റ്റ് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇത്, ഹൗ ആർ വി ഗോണ ഡീൽ വിത്ത് ഇറ്റ്, ഇതാണ് നമ്മൾ അന്വേഷിക്കുക. അത് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഒരാളുടെ തീരുമാനം പോലും അല്ല. സി ഓൾവേസ് ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും കൂടെ ഇരുന്ന് ഡിസിഷൻ എഴുതപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയാണ് നമ്മളിത് ഡീൽ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൺവേ ചെയ്തു എന്നുള്ളൊരു സംശയം ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന എനിക്കും ഉണ്ട്. ഞാൻ അതിന്റെ ഫുട്ടേജ് കണ്ടിട്ട് പോലുമില്ല. കാരണം അതിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇതിന്റെ പോയി ഫുട്ടേജ് ഒക്കെ തപ്പിപ്പിടിച്ച് നോക്കി എടുത്ത് കണ്ട് ഇരിക്കാം. പക്ഷെ ഞാനത് കാണാൻ പോയിട്ടില്ല. സിമ്പിൾ റീസൺ ബീയിങ് ദാറ്റ് മൈ ലുക്ക് ഔട്ട് ഇസ് വീക്കെൻഡ് എപ്പിസോഡ്. ഞാൻ എങ്ങനെ സാറ് ഇതെങ്ങനെ ഡീൽ ചെയ്യും, നമ്മൾ ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്ത് അങ്ങോട്ട് പോകും, ദാറ്റ് ഇസ് മൈ ലുക്ക് ഔട്ട്, ഹാർഡ് കോർ ലുക്ക് ഔട്ട്. നമ്മളെ ഹയർ ചെയ്തേക്കുന്നത് അതിനാണ് അല്ലേ. ഞാൻ റിയാലിറ്റി ടീമിന്റെ അവിടെ പോയി അവരെന്തിനാ അത് ചെയ്തു, എങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റിയേക്കുന്ന ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നു, അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവമായ എന്തോ അവർ റിക്വസ്റ്റ് ചെയ്തു, അങ്ങനെ ഇത് വാട്ട് എവർ ദ ഡീലേഴ്സ്. ഓക്കെ, നമുക്ക് ഇത്രേ അറിയുള്ളൂ. അതിൽ കൂടുതൽ ജാസ്മിൻ ആണോ പാരന്റ്സ് ആണോ ആരെ റിക്വസ്റ്റ് ചെയ്തത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണോ? റിക്വസ്റ്റ് ചെയ്ത് ഉറപ്പ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ അടുത്തല്ല ഇത് പറഞ്ഞേക്കുന്നത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് നമ്മളവിടെ ചെല്ലുമ്പോൾ പലരും പറയുന്ന കഥകളാണ്. ഇപ്പം നമുക്ക് ഒരാൾ ആധികാരികമായിട്ട് ഞാനൊരു കാര്യം പറയണമെങ്കിൽ അതിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രൂഫോ ഇല്ലെങ്കിൽ ഞാൻ നേരിട്ട് അറിയാവുന്ന ഒരു സിറ്റുവേഷൻ, ഇതെനിക്ക് സത്യമായിട്ടും അറിയില്ല. ബിക്കോസ് ഓൾ ദ സിറ്റുവേഷൻ ഹാപ്പൻസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നടക്കുന്ന കാര്യങ്ങളാണ്.
എപ്പിസോഡ് അങ്ങനെ എടുത്തോണ്ട് ഒരു കോള് വന്ന കാര്യം അത് അത് telecast എപ്പിസോഡിലുണ്ടല്ലോ, എപ്പിസോഡിലുണ്ട്, കോള് വന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ അവിടെ ചെന്ന് ഞാൻ എപ്പിസോഡ് കണ്ടപ്പോഴും വിചാരിച്ചു ഇതെന്തോ ഒരു സംതിങ് മിസ്സിംഗ് താങ്കളിപ്പോ ആണെന്ന് തോന്നി. അവിടെ എന്തോ- അവിടെയാണ് അല്ലെ, എന്തോ ഒരു of missing course. തോന്നിയില്ലേ? ഇപ്പൊ എനിക്ക് തോന്നിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവർക്കും തോന്നിയ കാര്യമാണ്, നാട്ടുകാർ മുഴുവൻ തോന്നി, എനിക്കും തോന്നിയതാണ്. ഞാൻ ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്ന വഴിക്കാണ് ഇതിരുന്ന് കാണുന്നത്. ഞാൻ നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് ഓൾസോ, കാണിക്കാവുന്നതായിരുന്നു എന്ന് എനിക്കും തോന്നി, പക്ഷെ അത് കാണിച്ചിട്ടില്ല. ഒരു ഫൈനൽ തീരുമാനം ചാനൽ എടുക്കാറുണ്ടല്ലേ? ഓഫ് കോഴ്സ് അല്ലേ? ഇറ്റ്സ് देयर ഷോ. നിങ്ങളിത് വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരുടെ ഒരു തീരുമാനം ഇതെങ്ങനെ മതി എന്ന് തീരുമാനിക്കുവർ അല്ലേ? ഇത് വേണ്ട, ഇത് കൊടുക്കണം, അല്ലെ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് വാക്കാണ് മ്യൂട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവർക്കൊരു SNP ഉണ്ട്, അവർക്കാണ് ലീഗൽ കേസ് വരുന്നത്, ഇതും കാര്യങ്ങളും. സോ അവർക്കൊരു ബോഡി ഉണ്ട് തീരുമാനിക്കാനും, അത് ഒരാളുടെ ഡിസിഷൻ. ഈ പറഞ്ഞ SNP വരെ ഡിസൈഡ് ചെയ്യണമല്ലോ, അതൊക്കെ അറിയാലോ. സോ ഓൾ ദോസ് തിങ്സ് ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഫൈനൽ അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചേട്ടേക്കാം. സിബിന്റെ ഫാദറിന് ഇഷ്യൂ ആയിട്ട് ഒരു ഫോൺ കോൾ അവിടെ വന്നിരുന്നു, അല്ലെങ്കിൽ വന്നിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വന്നിട്ടില്ല എന്നുള്ളതാണ് സിബിൻ പറയുന്നത്. സിബിന്റെ ഫാദറിന് പ്രശ്നം ഉണ്ടെന്ന് സിബിൻ പുറത്തിറങ്ങിയപ്പോഴാണ് അറിയുന്നത്. എന്തുകൊണ്ട് ആ കോൾ കണക്ട് ചെയ്തില്ല, ഏഷ്യാനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ എനിക്കറിയില്ല, അത് ഞാൻ കേട്ടിട്ട് എനിക്കറിയില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. സിബിന്റെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് അതിലെ എപ്പിസോഡിൽ ക്ലിയർ ചെയ്തിട്ടില്ല. അത് എപ്പിസോഡിൽ വന്നിട്ടുണ്ടോ? എപ്പിസോഡിലില്ല, വിളിച്ചിട്ട് കണക്ട് ചെയ്യിപ്പിച്ചില്ല, സിബിനെ ഇൻഫോം ചെയ്തില്ല, സിബിൻ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പറയട്ടെ, ഇതിപ്പം അവിടെ വരുന്ന എല്ലാ കോൾസും അകത്തേക്ക് കണക്ട് ചെയ്യാറില്ല. ആളുകൾ പേരൻസ് ചോദിക്കുള്ളൂ എങ്ങനെ ഉണ്ട്, അവർക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉണ്ട്. നമുക്ക് അത് പറയാനായിട്ട് അവിടെ ഒരു സെലിബ്രിറ്റി മാനേജർ ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡ്രസ്സ് വേണമെങ്കിൽ ഈ സെലിബ്രിറ്റി മാനേജറിന്റെ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. നമ്മൾ ഇടയ്ക്ക് വിളിച്ച് പറയും ഡ്രസ്സോ എന്തെങ്കിലും. വീക്കെൻഡിന്റെ ഡ്രസ്സ് ചിലവർ ലേറ്റ് ആയിട്ട് കൊടുത്തു വിടുന്നവരുണ്ട്, ചിലർ 2-3 ആഴ്ചത്തേക്ക് കൊടുത്തു വിടും, അത് കഴിയുമ്പോൾ അടുത്ത 2-3 ആഴ്ചത്തേക്ക് കൊടുത്തു വിടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അത് കണക്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ട്. അത് അതിന്റെ സീരിയസ്നെസ്സും ഇഷ്യൂസും അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് പറയാറുള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ 100-300 പേരാണ് ഇതിൽ അല്ല എൻ്റെ പിന്നിൽ. നമ്മൾ ഈ കുറ്റങ്ങൾ പറയുമ്പോഴും അവരുടെ വർക്ക് നമ്മൾ കാണാതിരിക്കും. ഇത്രയും പേരുടെ കഷ്ടപ്പാടിലാണ് ഈ പ്രോഗ്രാം പുറത്തേക്ക് വരുന്നത്. ആ കഷ്ടപ്പാട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വിമർശിക്കുന്നവർ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിമർശനം എപ്പോഴും ഉണ്ടെങ്കിലോ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അതെ, അതിന് യാതൊരു മാറ്റമില്ല. കാര്യങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഓഡിയൻസിന് ഒരിക്കലും നമുക്ക് പറ്റിക്കാൻ കഴിയില്ല. ഓഡിയൻസ് നമ്മളിപ്പോൾ ജാസ്മിൻ വരുമ്പോൾ അത് ഫേക്കാണെന്ന് ഓഡിയൻസ് അന്നേ തോന്നി. അതുകൊണ്ടാണ് ഓഡിയൻസ് അങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയത്. പക്ഷേ ഇതെല്ലാം മാറ്റി നിർത്തുമ്പോൾ ഈ തവണത്തെ എപ്പിസോഡ് താങ്കളല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, സർഗുയാണ്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, താങ്കളൊക്കെ അറിയാം, സർഗുയാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു താങ്കളൊരു കാഴ്ചപ്പാട്, സർഗു പുതിയൊരു പ്രോഗ്രാം ലൈക്ക് നന്നായിട്ട് വരട്ടെ അല്ലേ ഷോ. ഐ തിങ്ക് എവ്രി വൺ ഷുഡ് സീ ദ ഷോ. എനിക്ക് തോന്നുന്നു ദിസ് ഇസ് എ ഫസ്റ്റ് ഇയർ ഞാൻ ഐ വിൽ ബി സീയിങ് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ്. അപ്പോൾ ഞാൻ ഇതുവരെ പുറത്തുനിന്ന് നമ്മളിപ്പോഴും ഷോ ചെയ്യുമ്പോഴേ കാണാറുള്ളൂ, ഷോ ചെയ്തില്ലെങ്കിൽ നമ്മൾ കാണാറില്ല. ഇത്തവണ ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ബാക്കി കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഷോ എപ്പോഴും ഹിറ്റാവണം എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹം, കാരണം അത്രയും നല്ലൊരു ഷോ ആണ്. ഐ ലവ് ദ ഷോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2005-2006 ഹിന്ദി തുടങ്ങിയപ്പോൾ ആദ്യത്തെ ബിഗ് ബോസ് ഞാൻ ചെയ്യുന്നത്. അന്ന് പോലെ ബിഗ് ബോസിൻ്റെ പാട്ടാണ്. ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട്, കന്നഡ ചെയ്തിട്ടുണ്ട്, മലയാളം ഇത്രയും സീസൺ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡിയർ ക്ലോസ് ഷോ തന്നെയാണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഷോയ്ക്കും ഇത്രയും ഒരു ഹൈ കിട്ടാറില്ല. അപ്പം എല്ലാവരും നന്നായിട്ട് വരട്ടെ. അത്രയും എൻ്റെ അടുത്തൊരു ശിഷ്യൻ ചെയ്തിരുന്നു, ഫൈസൽ, എൻ്റെ നാട്ടുകാരൻ. അത് ഞങ്ങൾക്ക് അതെനിക്കറിയാലോ, എനിക്ക് അഭിമാനം. എൻ്റെ ശിഷ്യനാണ് എന്ന് എനിക്ക് അഭിമാനത്തിൽ പറയാം. അദ്ദേഹം ഒരു സീസൺ ചെയ്തിരുന്നു. അതെ, സീസൺ 3 പുള്ളിയാണ് വീക്കെൻഡ് ഡയറക്റ്റ് ചെയ്തായിരുന്നു. അത് ലാലേട്ടൻ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോയാണ് ഏറ്റവും വൈറലായ. മുടി മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ബോംബെയില് വന്നിട്ട് ആദ്യത്തെ ഷോ ചെയ്യുന്നത് എൻ്റെ മോളായിട്ടാണ്. ആൻഡ് പീപ്പിൾ ദെയർ ആർ വെരി ക്ലോസ് ടു മീ. എല്ലാവരും എനിക്ക് ഇപ്പം ഞാൻ പറയും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഇയർ എൻഡ് ഓഫ് ദി ഇയർ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ എൻ്റെ മോളിൽ തിരിച്ചെത്തും, ബിഗ് ബോസ് ചെയ്യും. അത് ഭയങ്കര ഒരു ഫീലാണ്. എൻ്റെ മോൾ ഇസ് ഓൾവേസ് ലൈക്ക് എ ഫാമിലി. എത്ര പേരാണ് താങ്കളുടെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്ന എഡിമാർ? എത്ര പേര്? എനിക്കിപ്പം എവിക്ഷൻ ടീം ആണെങ്കിൽ എവിക്ഷൻ ടീമിൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നത് 5 പേരാണ്. 5 പേര്. എഡിറ്റില് 1 റൈറ്റർ, പിന്നെ ഒരു 2 പ്രൊഡ്യൂസേഴ്സ്, സീനിയർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് 1 അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ. മൊത്തം എത്ര എഡിറ്റേഴ്സ് ഉണ്ടാവും? എഡിറ്റേഴ്സ് മൊത്തം എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സോ ദാറ്റ്സ് എ ടീം. അസിസ്റ്റന്റ് എഡിറ്റേഴ്സും ഒക്കെ കൂടെ ഉണ്ടാവും, ഒരു 30+ ഒക്കെ ഉണ്ടാവും. ഇവർക്കൊക്കെ ഷിഫ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഷിഫ്റ്റ് ആണ്. മോർണിംഗ് ഷിഫ്റ്റ് ആൻഡ് ഈവനിങ് ഷിഫ്റ്റ്.
അത് ചേഞ്ച്. ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുമോ? പിന്നെ ഓൺ ടൈം. നമുക്ക് ഈ മത്സരാർത്ഥികൾക്ക് ഫുഡൊക്കെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നാറ്. നിങ്ങൾക്ക് നല്ല ഫുഡ് തന്നെ ആയിരിക്കില്ല ഈ സമയത്ത് കിട്ടും. നല്ല ഫുഡ് അല്ല, പ്രൊഡക്ഷൻ ഫുഡ്. അത് ഇക്കാലത്ത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. പ്രൊഡക്ഷൻ ഫുഡാണല്ലോ. പക്ഷെ ഡീസെന്റ് എനഫ് ഫുഡ്, ഗുഡ് ഫുഡ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഇടയ്ക്ക് കിട്ടുമോ? അല്ല, ഇഷ്ടപ്പെട്ട ഫുഡ് എന്നല്ല, എനിക്ക് തോന്നുന്നു തമിഴ് ഇസ് ബീൻ പ്രീ ഗുഡ്. നമുക്ക് അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ സിനിമയുടെ പ്രൊഡക്ഷൻ പോലെ തന്നെയാണോ? ഇല്ല, കാരിയർ അല്ല, നമുക്ക് അവിടെ ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ടൈമുണ്ട്. ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ചെന്ന് ഫുഡ് കഴിക്കാം. അതെല്ലാം നമുക്ക് രാത്രി മുറിയിലേക്ക് വല്ലതും വേണമെങ്കിൽ നിങ്ങളുടെ ഫോണുകളൊക്കെ നിങ്ങളുടെ കയ്യിലാണല്ലോ. ഞങ്ങളുടെ ഫോണുകളോ? ഇല്ല, ഫോണുകൾ അഗെയിൻ ഏരിയാസ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. അതായത് PCR കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഫോണൊക്കെ കൊണ്ടുപോകാം. ലൈക്ക് ഇഫ് യു ആർ ദ സീനിയർ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൾ വരാം എന്നുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ എഡിറ്റ്സിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല, അതുപോലെ PCR കൊണ്ടുപോകാൻ പറ്റില്ല, സൗണ്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല, വീടിന്റെ അകത്ത് ഗലിയിലേക്ക് കയറുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഏരിയാസ് ഉണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള. അതാണ് നേരത്തെ സിമി പറഞ്ഞ ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് ക്യാൻറ്റീനിൽ പോകുമ്പോൾ വിളിക്കാൻ പറ്റും അല്ലേ? നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഫോൺ ചെയ്യാൻ പറ്റില്ല. ഈ 100 ദിവസം അവിടെ നിൽക്കുമ്പോൾ അല്ല, നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും. പിന്നെ അല്ല, ഈ വാർത്തകൾ വരുന്നതിന്റെ ഒരു ഉള്ളടക്കം പറഞ്ഞു. അങ്ങനെ ആർക്ക് വേണ്ടി വിളിക്കാൻ പറ്റും. നിങ്ങളുടെ ഒന്നും ഫോണൊന്നും ലോക്കലല്ലോ. ആരുടെയും ഫോൺ. ഈ എപ്പിസോഡ് കഴിഞ്ഞിട്ട് താങ്കളുടെ എപ്പിസോഡ് താങ്കൾ നാട്ടിലേക്ക് വരാറുണ്ട്. നാട്ടിൽ വരുന്ന വൈഫു അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ ആ എപ്പിസോഡ് ഇങ്ങനെയായിരുന്നല്ലോ അങ്ങനെ ചോദിക്കാറുണ്ട്. വൈഫ് ഇതിലൊന്നും ഇടപെടാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർത്തി. പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു ആരാണ് എവിക്റ്റ് ആയത്, ആരാണ് ഈ നാളെ പോകുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഒരു ഹാർഡ് കോർ റൂളാണ് അത്. ആദ്യമൊക്കെ ഭാര്യ ചോദിക്കുമായിരുന്നു. പിന്നെ പണ്ടൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി. ഞാൻ ഇത്രയും വർക്ക് ചെയ്തത് നിങ്ങളെ TV കാണുമ്പോഴാണല്ലോ ഒരു രസം അല്ലേ? നമ്മളില്ലെങ്കിലും രാവിലെ മുതൽ ഇതൊക്കെ ഇപ്പൊ 2 ദിവസം എവിടെയായിരുന്നു, നമ്മൾ ഇത് ചെയ്യാനാണ് പോയേക്കുന്നത്. ഇപ്പം നിങ്ങളത് TV കാണുമ്പോൾ നമ്മളവിടെ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ടെൻഷൻ ബിൽഡപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ സാധനം റിവീൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള ഒരു രസമുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി എന്ന് പറയും. എൻ്റെ ഒരുപാട് പേര് എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ എന്നെ വിളിച്ച് ചോദിക്കുമായിരുന്നു. ഇപ്പം ആരും ചോദിക്കാറില്ല. മനസ്സിലായി. ഞാൻ അങ്ങനത്തെ പരങ്ങൾ വിളിച്ചിട്ടില്ല. ഞാൻ എന്തെങ്കിലും വാർത്തകൾക്ക് വേണ്ടി, ബിഗ് ബോസ് വേണ്ട വാർത്തകൾക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല. നമ്മൾ നോക്കാറില്ല. പക്ഷെ ബിഗ് ബോസിൻ്റെ ഒരു അഡിക്റ്റാണ്, ഞാൻ കാണാറുണ്ട്. അത് എനിക്ക് ഒരു ഇഷ്ടമാണ്. എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ കാണുന്ന ഒരാളാണ്. കാരണം എനിക്ക് രസമാണ്, കാണാൻ രസമാണ് എന്തൊക്കെയാണ് ഒരാൾ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, എനിക്കൊന്നും ജീവിതത്തിൽ ബിഗ് ബോസിൽ പോയി നിൽക്കാൻ പറ്റില്ല എന്ന് ഞാനൊക്കെ ഓടും. അത് തന്നെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അതെ അതെ അതെ. നമുക്ക് അതൊരു വേറെ ലോകം തന്നെയാണ്. നമുക്ക് കയ്യിൽ ഫോണില്ലാതെ നിൽക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഫോണില്ലാതെ കിടക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ വളരെ ചുരുക്കം. നിൽക്കാൻ പറ്റും. അതെ അതെ. അല്ലെ വീട്ടുകാരെ കാണാതെ എത്ര ദിവസം നിൽക്കാൻ പറ്റും. പക്ഷെ അപ്പോൾ ചോദിക്കും ഗൾഫിൽ പോയി ജോലി ചെയ്യുന്നില്ലായിരിക്കും. അത് വീട്ടുകാരുടെ വീഡിയോ കോളിലെങ്കിലും വിളിക്കാം. അതെ, ഇപ്പൊ വീഡിയോ കോൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ. പക്ഷെ ഇത് വന്ന് നിൽക്കുന്നവർ അവര് വീഡിയോ കോളും കാര്യങ്ങളും എല്ലാം ഉപരി നമ്മൾ മനസ്സിലായി ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ട് 100 ദിവസത്തേക്ക് അടച്ച് ലോക്ക് ചെയ്ത് അടിയുന്ന ഒരു രക്ഷയില്ല. എന്നും കാണുന്നവരെ തന്നെ രാവിലെ എഴുന്നേറ്റ് കാണും. ഇന്നലെ രാത്രി അടി ഉണ്ടായിട്ട് രാവിലെ അദ്ദേഹത്തിന്റെ മോൻ തന്നെ കാണുന്നു. വീണ്ടും നമുക്ക് പ്രഷർ കൂടുന്നു. അത് നമുക്കറിയുന്നില്ല ഇന്ന് എന്താ വരാൻ പോകുന്നത്, ഇന്ന് എന്ത് ടാസ്ക് വരും, ഇതിന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്താൽ പ്രശ്നം, ചെയ്തില്ലെങ്കിലും പ്രശ്നം. പണ്ടൊക്കെ ആൾക്കാർക്ക് മിണ്ടാതൊരു മൂലയ്ക്ക് ഇരിക്കാം. പക്ഷെ ഇപ്പൊ അതിനും പറ്റില്ല. അപ്പൊ അതുമില്ല. അപ്പൊ എന്താണ്, സോ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. ക്യാമറയ്ക്ക് എണ്ണമുണ്ടോ? പിന്നെ ഓഫ് കോഴ്സ് കഴിഞ്ഞ സീസണിൽ എത്ര 70+ ക്യാമറാസ്, 70+ to 80. വി ഹാവ് ലൈക്ക് ട്രൈപോഡിൽ കുറച്ച് ക്യാമറാസ് ഉണ്ട്. And then you have the robotic camera. എങ്ങനെയാണ് ക്യാമറ behind സാറിന് ഇപ്പോൾ ലാൽ സാറിന്റെ ഒക്കെ പ്രൊമോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗലിയിലുണ്ടാവില്ല, ഒരു വീടിന് ചുറ്റും നടന്നു പോകുന്ന, അതിൻ്റെ അകത്ത് ക്യാമറാസ് ഉണ്ട്. സോ ദേ കീപ് ട്രാവലിംഗ്. അത് ഈ ചുറ്റും ആ മിറർ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നു ലാൽ സാറിന്റെ പ്രൊമോയിലൊക്കെ ചീഫ് ആരായിരുന്നു ലാസ്റ്റ് സീസൺ? That's a good question. I'm sorry, I forgot. കഴിഞ്ഞ തവണത്തെ ഓർമ്മയില്ല. It's Mervin and team. Mervin ആണ് കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നത്. Mervin is a Bombay guy. I'm sorry, I forgot. ഞാൻ ഓടിച്ചിട്ടില്ല. അദ്ദേഹമാണ് ക്യാമറ ഹെഡ് ആയിട്ട് നിൽക്കുന്നില്ലേ? അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ ഇത്ര ആളുകൾ വരുന്നത്. ഇത്ര ക്യാമറയും അദ്ദേഹത്തിന്റെ കീഴിലാണല്ലോ. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ എല്ലാം നോക്കേണ്ട അദ്ദേഹം തന്നെയാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു റിസ്ക് ഭയങ്കരമായിരിക്കും അല്ലേ? ഇല്ല, ഹാഫ് ഓഫ് ദി തിങ്സ് സെറ്റിംഗ് അല്ലേ. നമ്മളിപ്പം ഡേ 1 ഇത് നമ്മളെല്ലാം ഇത് ക്യാമറ ബ്ലൈൻഡ് സ്പോട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ബ്ലൈൻഡ് സ്പോട്ട് പാടില്ല വീട്ടിൽ. നമ്മൾ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലല്ലോ. എല്ലാം ക്യാമറയായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ ആ ക്യാമറ ഓരോ ക്യാമറയ്ക്കും മാർക്ക് ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് ഇന്ന ക്യാമറയാണ്, അത് PCR കൃത്യമായിരിക്കും.
നമുക്കറിയാം ഏത് ക്യാമറയാണ് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്. വെച്ചാൽ നമുക്കറിയാം ഗാർഡൻ ഏരിയയിൽ ഇന്ന ക്യാമറ പോയിട്ട് ഇത്രാമത്തെ ക്യാമറയാണ്, ഇത്രാമത്തെ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഗാർഡൻ ഏരിയ ഫുൾ എനിക്ക് കാണാം. അവിടെ ആരൊക്കെ ഇരിപ്പുണ്ട്, ബാത്റൂമിൽ ആരൊക്കെ ഇരിപ്പുണ്ട് എന്നാ അത് അതെല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന PCR ആ സമയത്ത് റൺ ചെയ്യുന്നത് ആരാണോ, അതായത് നമ്മൾ സ്റ്റോറി എഡിറ്റർ എന്നാണ് പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് എ സ്റ്റുഡിയോ ഡയറക്ടർ. പുള്ളി ഇരുന്നിട്ടാണ് എവിടെ ഏതാണ് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഇരിക്കുന്ന ആൾക്ക് അറിയണം ഏത് കണ്ടസ്റ്റൻ്റ് എവിടെയാണ് എപ്പോഴും, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പം ഇപ്പം നമ്മൾ 4 പേരിരുന്ന് സംസാരിക്കുന്നു, ഈ 4ാമത്തെ ആൾ ഇറക്കി എഴുന്നേറ്റ് പോയി, അയാളുടെ മൈക്ക് ഓഫ് ചെയ്തില്ല, അയാൾ നേരെ പോയി ടോയ്ലറ്റിലാണെങ്കിൽ അവിടെ ചെന്ന് പൈപ്പ് തുറക്കുന്ന ഓപ്ഷൻ നമ്മുടെ സംസാരത്തിൽ കേൾക്കുക. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതൊക്കെ സൈമൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഈ സൗണ്ടിൻ്റെ വരുമ്പോൾ നിങ്ങൾ എല്ലാ സൗണ്ടും കേൾക്കുന്നുണ്ടല്ലേ? എല്ലാ സൗണ്ടും കേൾക്കാം, നമുക്ക് കേൾക്കുന്നുണ്ടാകും. ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ പുറത്തുവിടാത്ത കുറേ സൗണ്ടുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം അല്ലേ? അത്തരം സൗണ്ടുകൾ കേൾക്കുമ്പോൾ ചിലപ്പം സ്വയം അവർ പറയുന്ന ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും പറയുന്നത്. അത് കേൾക്കുമ്പോൾ എന്താ തോന്നാറുള്ളത്? നമ്മൾ ഇത്രയും ചീത്ത കേൾക്കണതല്ലേ? കൂടുതലും ചീത്തയായിരിക്കും അല്ലേ കേൾക്കുന്നത്? ഇല്ല, നമ്മൾ ഷോയുടെ അകത്ത് വരുന്നവർ അങ്ങനെയൊന്നും പറഞ്ഞ് കേൾക്കാറില്ല. മിക്കവാറും അവർക്ക് എന്ന് വെച്ചാലേ അവർ മിക്കതും കിട്ടുന്നത് അവർക്ക് ബിഗ് ബോസിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ അവർ ആ ബിഗ് ബോസിന് ഉള്ളൊരു റെസ്പെക്റ്റും കാര്യങ്ങളും എപ്പോഴും നമുക്ക് ഷോയുടെ അകത്തുണ്ടാവും. ഒരു ടാസ്ക് ലെറ്റർ കൊടുക്കുന്നത് ബിഗ് ബോസ് വിളിച്ചിട്ടാണ് ടാസ്ക് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നത് എല്ലാം ബിഗ് ബോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചീത്ത പറിച്ചൊന്നും ഇല്ല. ഞങ്ങളായിട്ട് കേട്ടിട്ടില്ല, കുറവാണ്. ഈ ബിഗ് ബോസുമായിട്ട് ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. എൻ്റെ അടുത്ത സുഹൃത്താണല്ലോ, എപ്പോഴും വിളിക്കാറുണ്ട്. വന്നു കഴിഞ്ഞാൽ അപ്പോൾ വിളിക്കും, പോണമെന്ന് മുമ്പ് ഞങ്ങൾ വിളിക്കും. പക്ഷെ ഇതുവരെ ഒരു ഇന്റർവ്യൂ വെച്ചിട്ട് എനിക്ക് തന്നിട്ടില്ല. അതൊരു ഞാനോട്ട് ഡെയിലി എൻ്റെ ഓരോ പ്രോഗ്രാമൊക്കെ പുള്ളിയുടെ വോയിസ് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് പരസ്യങ്ങളിലൊക്കെ ഡബ്ബിങ്ങിനൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിയെ പുറത്ത് കണ്ടത് മാരാർ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ്, അഖിൽമാർ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് പുള്ളിയെ പുറത്ത് കണ്ടത്. അപ്പോൾ അത് വെച്ച് ഞാൻ ചോദിച്ചു. പക്ഷെ അത് ഇല്ല എന്ന് എന്നോട് പറയാം. പക്ഷെ എന്തെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ എൻ്റെ അടുത്തേക്ക് വരാതെ പറഞ്ഞിട്ടുള്ള ഒന്ന് മാറിയിരിക്കുന്ന ഒരു സീസൺ വന്നു കഴിഞ്ഞാൽ അല്ലാതെ വരാൻ പറ്റില്ല എന്ന് വെച്ചു. പക്ഷെ ഞാൻ ഇതിന് മുമ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിമ്മിക്ക് ഞാൻ 1 പ്രാവശ്യം, നമ്മള് കഴിഞ്ഞിട്ട് വേറെ വഴിക്ക് ഇങ്ങനെ പോകും. പിന്നെ സിമ്മി ഇങ്ങനെ പുറകെ, സിമ്മി ഇത്തവണ എന്നെ പിടിച്ച വഴി പിടിച്ചിട്ട് പറഞ്ഞു ഇത്തവണ എനിക്ക് തന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഷോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വരാം. അപ്പോൾ ഇനി എന്താണ് അടുത്ത ഇപ്പം 100 ദിവസം ഇതില്ല, അടുത്ത പരിപാടികൾ ഇങ്ങനെ ഓരോ ലോട്ട്സ് ഓഫ് തിങ്സ് ഓൺ പ്ലാൻ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്മോൾ ഫിലിമിൻ്റെ ഒരു കാര്യമുണ്ട്, ഇവൻസിൻ്റെ കാര്യമുണ്ട്, എല്ലാം പൈപ്പ് ലൈനാണ്. ബിക്കോസ് ഇതിലേക്ക് പോകാനുള്ള ഒരു ഇതിൽ തയ്യാറെടുപ്പിൽ നിൽക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇനി അടുത്ത ഫിഗറിങ് ഔട്ട് അതർ തിങ്സ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ തവണത്തെ വിന്നറിന് അർഹതയില്ലാത്തൊരു വിന്നറാണ്, ക്വാളിറ്റി ഇല്ലാത്തൊരു വിന്നറാണെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. അപ്പം അതിനോട് എങ്ങനെയാണ് പ്രതികരണം? ഹൂ മെയ്ഡ് ദ വിന്നർ? ജിൻഡോ. അല്ല, ആരാണ് വിന്നർ ആക്കിയത്? വോട്ടിംഗ് ആയിരിക്കുമല്ലോ. അപ്പോൾ വോട്ടിങ്ങിന് ഇപ്പം ഇവിടെയാണ് നമ്മളിപ്പം വോട്ടിംഗ് ശരിക്കുള്ള വോട്ടിംഗ് ആണോ അല്ലയോ? സോ എനിവേ വോട്ട് ചെയ്തിട്ടുണ്ട്, PR ആണോ അല്ല? ഇപ്പം എനിക്ക് തോന്നുന്നു സിമിയാണ്. അപ്പം ദിസ് ഇസ് ദ പ്രോബ്ലം. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പം മേക്കേഴ്സിൻ്റെ കയ്യിൽ പോലും അല്ല സാധനങ്ങളൊന്നും അല്ലേ? അതിപ്പോൾ ഒരു PR-നെ വെച്ച് പൈസ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം വോട്ടിംഗ് ആണ് എന്നുള്ളത് ഉറപ്പാണ്. ഒത്തിരി സന്തോഷം. സ്പെഷ്യൽ താങ്ക്സ് പറയാൻ. Thank you both of you, like special thank you, and it was fun talking to you both. നമുക്ക് വീണ്ടും എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇതുപോലെ ഇരിക്കാം എന്ന് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാണാം. Cool, കാണാം.